നമസ്കാരം. വാർത്താ ദിനം തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ. CPM നേതാവ് സത്യനാഥിന്റെ കൊലപാതകം അന്വേഷിക്കാൻ പ്രത്യേക സംഘം. സത്യനാഥിന്റെ കഴുത്തിലെയും നെഞ്ചിലെയും മുറിവുകൾ ആഴത്തിലുള്ളതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൊലപാതകം വ്യക്തിവൈരാഗ്യം മൂലമെന്ന് പോലീസ്. സംസ്കാരം വൈകിട്ട്. സംസ്ഥാനത്തെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന് നേട്ടം. BJP-യുടെയും കോൺഗ്രസിന്റെയും സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുത്തു. നെടുമ്പാശ്ശേരി പഞ്ചായത്ത് ഭരണവും LDF-ന്. തദ്ദേശ ഫലം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലസൂചനയെന്ന് ബിനോയ് വിശ്വം. പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ച കേസിൽ അക്യൂപഞ്ചർ ചികിത്സകൻ അറസ്റ്റിൽ. വെഞ്ഞാറമൂട് സ്വദേശി ഷിഹാബുദ്ദീൻ പിടിയിലായത് കൊച്ചിയിൽ നിന്ന്. സ്റ്റേഷനിൽ ഷിഹാബുദ്ദീന് നേരെ ആക്രോശിച്ച് ഷമീറയുടെ ഭർത്താവ് നയാസിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പാലാരിവട്ടം പാലം കരാർ കമ്പനി RDS-നെ കരിമ്പട്ടികയിൽപ്പെടുത്തിയത് ഹൈക്കോടതി റദ്ദാക്കി. കരിമ്പട്ടികയിൽപ്പെടുത്താൻ സർക്കാരിന് അധികാരമില്ല. ടെൻഡർ നടപടികളിൽ നിന്ന് RDS-നെ വിലക്കിയ ഉത്തരവുകളും റദ്ദാക്കി. കേരള സർവകലാശാല VC-ക്കെതിരെ മന്ത്രി R. ബിന്ദു. VC-യുടെ റിപ്പോർട്ട് സെനറ്റ് യോഗത്തിൽ നടന്നതിന് വിരുദ്ധം. VC-ക്ക് രാജ്ഭവന് സംരക്ഷണമെന്നത് വ്യക്തമാകുന്നുവെന്നും മന്ത്രി. ഗാസയിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം. ഷെല്ലാക്രമണത്തിൽ 40 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. ബന്ദികളെ മോചിപ്പിക്കാൻ അന്ത്യശാസനം. ചെങ്കടലിൽ ആക്രമണം ശക്തമാക്കാൻ ഒരുങ്ങി ഹൂതികൾ.